സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പുളിശ്ശേരിയാണ്, അത് പൈനാപ്പിൾ വെച്ചിട്ട് പൈനാപ്പിൾ പുളിശ്ശേരി. ആദ്യം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതിൻ്റെ ചേരുവകൾ 1.5 കപ്പ് പൈനാപ്പിൾ വേണം. ഇതാ കണ്ടില്ലേ, ഈ ഒരു ടൈപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സൈസിൽ. 1 കപ്പ് നല്ല കട്ട തൈര്. തൈര് അത്യാവശ്യം പുളിയുള്ളതായിരിക്കണം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക്. പിന്നെ ഇതൊക്കെ വേവിച്ചെടുക്കാൻ വെള്ളം. ഇനി നമുക്ക് പൈനാപ്പിൾ വേവിച്ചെടുക്കാം. ഒന്നുകിൽ ഇങ്ങനെ ചട്ടിയിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പച്ചമുളക്, വെള്ളം. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പാത്രത്തിലേക്ക് പൈനാപ്പിൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം വെള്ളം നിൽക്കാൻ. പൈനാപ്പിൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന്, പക്ഷേ കുറച്ച് ടൈം എടുക്കും. കുക്കറിലാകുമ്പോൾ 1-2 വിസിൽ മതിയാവും. പൈനാപ്പിൾ നല്ലോണം വേവണം, പക്ഷേ ഉടഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് തേങ്ങ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നെയ്യ് പൊടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. ഇനി ഈ അരപ്പ് നമുക്ക് നമ്മുടെ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് നല്ലപോലെ ഇത് തിളക്കണം. പുളിശ്ശേരിയൊക്കെ ആകുമ്പോൾ നല്ല ലൂസോ അല്ലെങ്കിൽ നല്ല തിക്കോ ആയി പോകരുത് നമ്മുടെ ഈ കറി. ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മുടെ നല്ല ഈ കട്ട തൈര് നല്ലോണം ഉടച്ചെടുക്കണം. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്തിട്ട് പിന്നെ തിളക്കാൻ പാടില്ല, ഇത് പിരിഞ്ഞു പോകും. പിന്നെ നല്ല പുളിയുള്ള പൈനാപ്പിളൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വറവിടണം. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഉലുവ, കുറച്ച് 1-2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പഴുത്ത മാങ്ങ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.